പശ്ചിമേഷ്യ ഇപ്പോഴും യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോവുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നു, മറുഭാഗത്ത് ഇറാനും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് പോലെയുള്ള സംഘടനകളും ആ യുദ്ധം തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സമാധാനം ഉണ്ടായി എന്നൊക്കെ പറയും. ഇതാ ഉടമ്പടി ഒപ്പിടാൻ പോകുന്നു, നാളെ മുതൽ സമാധാനം എന്ന് പറയും. വീണ്ടും അത് കലാപത്തിലേക്കും കാലുഷ്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു സംഭവമല്ല, നാളെ മറ്റന്നാളോ തീരാൻ പോകുന്ന കാര്യവുമല്ല. അപ്പോൾ ഏത് സമയത്തും നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയവും സൗകര്യവും ഉണ്ടായിരിക്കും. നിത്യഹരിതമായൊരു വിഷയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങുന്നത് കൃത്യം 50 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ സുവർണ്ണ ജൂബിലി എന്ന് വേണമെങ്കിൽ പറയാം. അത് വിഖ്യാതമായ എൻഡബേ ഓപ്പറേഷനാണ്. എൻഡബേ എന്ന് പറയുന്നത് ഉഗാണ്ടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളമാണ്. ഈ എൻഡബേ വിമാനത്താവളത്തിലേക്ക് പണ്ട് എയർ ഫ്രാൻസിൻ്റെ ഒരു വിമാനം പലസ്തീൻ തീവ്രവാദികളും ചില ജർമ്മൻ ഉഗ്രവാദികളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അതായത് ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു. അതിന് ഏതൻസിൽ ഒരു സ്റ്റോപ്പുണ്ട്. ഏതൻസിൽ ഇറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെയോ ഈ തീവ്രവാദികൾ വിമാനം തട്ടിയെടുത്തു. അതിൽ യഹൂദന്മാരായ യാത്രക്കാരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. വിമാനം അവിടുന്ന് തട്ടിയെടുത്ത് നേരെ ലിബിയയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ബംഗാസി എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ വച്ച് അത് ഫ്യൂവൽ ചെയ്തു. കുറേ യാത്രക്കാരെ മോചിപ്പിച്ചു. അതായത് യഹൂദന്മാരല്ലാത്ത, ഇസ്രായേലുകാരല്ലാത്ത യാത്രക്കാരെയും അതുപോലെ ഈ ഇസ്രായേലുകാരല്ലാത്ത എല്ലാവരും മോചിപ്പിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് ഏതാണ്ട് 94 ബന്ദികളും 12ഓളം ജീവനക്കാരും ഉണ്ടായിരുന്നത്, ക്രൂവാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പറന്ന് ഇവർ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ ഇറങ്ങി. കമ്പാലയിലാണ് ഈ എൻഡബേ വിമാനത്താവളം. അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് വീരോചിതമായ സ്വീകരണമാണ് കിട്ടിയത്. അന്ന് ഉഗാണ്ട ഭരിക്കുന്നത് കുപ്രസിദ്ധനായ ഇഡി അമീനായിരുന്നു. ഇഡി അമീൻ ഈ ഉഗ്രവാദികളെ സഹർഷം സ്വാഗതം ചെയ്തു. അവർക്ക് വേണ്ട സകല സഹായ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ അമീൻ്റെ കൂടി പിന്തുണയോടുകൂടി ഇവർ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. ഇസ്രായേലിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമായിട്ട് ജയിലിൽ കിടക്കുന്ന പലസ്തീൻ തീവ്രവാദികളെ മോചിപ്പിക്കണം. ഇതായിരുന്നു അവരുടെ ഓരോ ഡിമാൻഡ്. അപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് പല രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ഗവൺമെൻറ് ആണെങ്കിൽ സമയം നീട്ടി ചോദിച്ചു, ഞങ്ങൾ ഉടനെ ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. അന്ന് ഇസ്ഹാക്ക് റബീനാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. അതുപോലെ ഷിമോൺ പെരസാണ് പ്രതിരോധ മന്ത്രി. ഏത് നിലയ്ക്കും ഈ ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെ മോചിപ്പിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു. അതിന് പകരം ഈ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ആളുകളെ വീണ്ടെടുക്കാനായിട്ട് കമാൻഡോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവർക്ക് ആർക്കും തന്നെ കമ്പാല എയർപോർട്ടിനെ കുറിച്ചോ എൻഡബയെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല. പക്ഷേ മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറക്കിയെടുത്തു. ആ എയർപോർട്ട് എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ വളരെ പെട്ടെന്ന് ഈ ചാരസംഘടന അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുത്തു. എന്നിട്ട് വളരെ വളരെ ഡയറിംഗ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. അത് ചെങ്കടലിൻ്റെ മുകളിൽ കൂടിയാണ്. ഏതാണ്ട് 30 മീറ്റർ ഉയരത്തിൽ ഇസ്രായേലിൻ്റെ വിമാന വ്യൂഹം പറക്കുകയാണ്. കാരണം ഉയർന്നു പറഞ്ഞാൽ ഇവർ റഡാറിൽ പതിയും. സൗദി അറേബ്യ അടക്കമുള്ള അയൽ രാജ്യങ്ങൾ അപ്പോൾ തന്നെ ഉഗാണ്ടയ്ക്ക് വിവരം കൈമാറും. ഇവരവിടെ ചെല്ലുമ്പോൾ വലിയ സ്വീകരണം ലഭിക്കും. അങ്ങനെ ഏതാണ്ട് 4000 കിലോമീറ്റർ പറന്ന് ഇവർ കമ്പാലയിലെത്തി. അതിനു മുമ്പ് നെയ്റോബിയിൽ ഇറങ്ങി ഒരു പ്രാവശ്യം എണ്ണ അടിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ പോയി കമ്പാലയിൽ ഇറക്കുന്നു ഈ കമാൻഡോസ്. ഏതാണ്ട് 100ഓളം പേരുണ്ട്. ആയുധധാരികളായ കമാൻഡോസ് വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. നേരെ പോയിട്ട് ഈ തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടുന്നു. അവിടെ വച്ച് അവരെ കീഴ്പ്പെടുത്തുന്നു. 7 തീവ്രവാദികളുടെ എല്ലാവരും വെടിയേറ്റ് മരിക്കുന്നു. ഈ വെടിവെപ്പിനിടയ്ക്ക് 3 ബന്ദികളും മരിക്കുന്നു. ബാക്കിയുള്ളവരെ അവിടെ നിന്ന് 96 പേരെ മറ്റുണ്ട്. അവരവിടെ നിന്ന് കാറിൽ കയറ്റി വിമാനത്തിനടുത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. അത് ഈ സംഭവം നടന്നത് ജൂലൈ 3-ാം തീയതി. ജൂലൈ 3-നും 4-നും ഇടയ്ക്കുള്ള രാത്രിയിലാണ് ഈ വിഖ്യാതമായി എൻഡബേ ഓപ്പറേഷൻ ഉണ്ടായത്. അത് ലോക ചരിത്രത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അതിനു മുമ്പോ അതിന് ശേഷമോ ഇത്രയും വിജയകരമായൊരു കമാൻഡോ ഓപ്പറേഷൻ ഒരിടത്തും നടന്നിട്ടില്ല. കാരണം യാതൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പറന്ന് ചേർത്ത് അവിടെയുള്ള സൈനികരെ വെടിവെച്ച് കൊന്ന് ഇവരെ ബന്ദികളാക്കി വെച്ച ആളുകളെയും കൊലപ്പെടുത്തി. ബന്ദികളെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് രക്ഷിച്ച് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണമാണ്.
മാത്രമല്ല ഇവർ തിരിച്ചെത്തുന്ന ദിവസം എന്ന് പറയുന്നത് അമേരിക്കയുടെ 200-ാം ജന്മവാർഷികമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 200-ാം വാർഷികമായ ജൂലൈ 4-ാം തീയതിയാണ്. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും അധികം ജൂതന്മാരുടെ രാജ്യം അമേരിക്കയാണ്. ഇസ്രായേലിൻ്റെ തന്നെ മാതൃരാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റായിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു വലിയ കമാൻഡോ ഓപ്പറേഷൻ നടത്തി ലോകത്തെ വിസ്മയിപ്പിച്ച ആ ദിവസമാണ് ജൂലൈ 3. അതിൻ്റെ തുടർച്ചയായ ജൂലൈ 4. അപ്പോൾ ഇത്രയും സാഹസികന്മാരായിട്ടുള്ള ഒരു രാജ്യം, ഇതുപോലൊരു ചാരസംഘടന അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. 50 കൊല്ലത്തിന് ഇപ്പുറവും അത് ലോക സൈനിക ചരിത്രത്തിൽ അല്ലെങ്കിൽ കമാൻഡോ ഓപ്പറേഷനുകളുടെ ചരിത്രത്തിലെ ഒരു മഹാവിസ്മയമായിട്ട് നിലകൊള്ളുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ചെറുത്ത് നിന്നതും എതിരാളികളെ കീഴ്പ്പെടുത്തിയതും എത്ര വലിയ പ്രതിസന്ധിയുടെ മുമ്പിലും ഉറച്ചു നിൽക്കാൻ കഴിയും എന്ന് തെളിയിച്ചതും.